ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബിസിനസ് എത്തിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BRL 113 ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ ആ കോഴ്സിൻ്റെ ഒരു അവലോകനം, എത്ര ചാപ്റ്റർ ഉണ്ട് എന്നൊക്കെയുള്ളത് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. 113 BRL ബിസിനസ് എത്തിക്സിന് മൊത്തത്തിൽ 12 ചാപ്റ്ററുകളാണുള്ളത്. ആ 12 ചാപ്റ്ററുകളിൽ വിശദമായിക്കൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് ഉണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ് റീറ്റെയിൽ ബിസിനസ്സിൽ എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള എത്തിക്കൽ പ്രോഡക്റ്റുകളാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്തിക്കൽ പ്രാക്ടീസസ് ഫോർ എംപ്ലോയീസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ സർവീസസ് ആൻഡ് ഗ്രിവൻസ് റെസൊല്യൂഷൻ എങ്ങനെയാണ് റീറ്റെയിൽ മേഖലയ്ക്കകത്ത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഹെൽത്ത്, സേഫ്റ്റി, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് ഇൻ റീറ്റെയിൽ സെക്ടർ എന്നുള്ളതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്, യൂണിറ്റാണ് നമ്മളിന്ന് വിശദമായി ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. കഥ കുറച്ച് പഴയ കഥയാണ്. 1982 കഥയാണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയില്ലേ, ആ കമ്പനിയെക്കുറിച്ചാണ് കഥ. ആ കമ്പനി നമുക്കിപ്പോൾ അറിയാവുന്നത് ഗ്രോസറീസും അതുപോലെയുള്ള ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കമ്പനിയായിട്ടാണ്. പക്ഷേ 1982 അവർക്ക് ഫാർമസ്യൂട്ടിക്കൽ മരുന്ന് നിർമ്മാണം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്നില്ലേ, അതിന് അമേരിക്കയിൽ വേറൊരു പേരാണ് പറയുന്നത്. ടൈലനോൾ എന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് പറയുന്നത്. ആ മരുന്നുണ്ടാക്കിയിരുന്നത് ഈ പറയുന്ന നമ്മളുടെ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അവിടെ സിറപ്പ് രൂപത്തിലാണ് ഈ പറയുന്ന പാരസെറ്റമോളിൻ്റെ ഒരു ഗുളിക അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിരുന്നത്. 1982 ചിക്കാഗോയിൽ അവരിങ്ങനെ മരുന്ന് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം ഒരു വലിയ ക്രൈസിസ് ഉണ്ടായി. അവരുടെ മരുന്ന് കഴിച്ചിട്ട് ഒരു 6-7 ആൾക്കാർ മരണപ്പെട്ടു. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് ഈ പറയുന്ന മരുന്നിൻ്റെ അകത്ത് ആരോ സൈനൈഡ് ചേർത്തിട്ടുണ്ട്. ആ സൈനൈഡ് ചേർത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ മരിച്ചതെന്നുള്ള. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൈലനോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഇപ്പോൾ അത് ജോൺസൺ ആൻഡ് ജോൺസണിൽ നിന്ന് വേറൊരു കമ്പനി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 82 വന്ന ക്രൈസിസിനെ എങ്ങനെയാണ് അവർ നേരിട്ടത് എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കഥയായിട്ട് എല്ലാവരും പറയാറ്. കാരണം ഇത് ഞങ്ങൾക്ക് പറ്റിയ ഒരു കുഴപ്പമല്ല, ഇത് ആരോ ഒരാൾ മരുന്നിൻ്റെ അകത്ത് വിഷം കുത്തിവെച്ചാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് തലയൂരാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. മറിച്ച് അവർ ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയ മുഴുവൻ മരുന്നുകളെയും അവർ തിരിച്ചു വിളിച്ചു. അങ്ങനെ തിരിച്ചു വിളിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് അന്നുണ്ടായ ചിലവ് $100 മില്യൺ ആണ്, $100 മില്യൺ. 1982 കഥയാണ്. പക്ഷെ അവരതൊന്നും വകവെച്ചില്ല. കാരണം എന്താണ്? ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ പരിഗണിക്കുക, അവർക്ക് വിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ പരിഗണന എന്നുള്ളതാണ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? മൊത്തത്തിൽ അവരുടെ മരുന്നിനെ പിൻവലിച്ചു. ആ ബാച്ചിനെ മൊത്തം പിൻവലിച്ചു. പിന്നീട് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ അന്വേഷണ കാര്യങ്ങൾ നടത്തിയിട്ട് ആരാണിത് ചേർത്തതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയില്ല. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് 1-2 വ്യത്യാസങ്ങളുണ്ടായി. നമ്മൾ ഈ മരുന്ന് കുപ്പികൾക്ക് മുകളിൽ കാണുന്ന ഒരു അലൂമിനിയം ഫോയിലില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ അൺസീൽഡ് ലോക്കിംഗ് എന്നൊക്കെ പറയുന്ന സംവിധാനം മരുന്ന് മേഖലയ്ക്കകത്ത് വന്നത് പിന്നീട് അതിന് ശേഷമാണ്. വേറൊരു കഥയെ കൂടി ഞാൻ പറഞ്ഞുതരാം. ആ കഥ ഒരു ബാങ്കിനെ കുറിച്ചാണ്. വെൽസ് ഫാർഗോ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കാണ്. ഇത് 2015 ഒരു കഥയാണ്. സാധാരണ നാട്ടും പുറത്തുനിന്ന് അവരെന്ത് ചെയ്യുന്നു? ആൾക്കാരിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു, ലോൺ കൊടുക്കുന്നു, ക്രെഡിറ്റ് കാർഡിൻ്റെ സർവീസ് കൊടുക്കുന്നു, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടികളുടെ ഭാഗമായിട്ട് അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്തു? എംപ്ലോയീസിന് ടാർഗറ്റ് കൊടുത്തു. പക്ഷേ ആ ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്രയും ആയിട്ടുള്ള ഒരു ടാർഗറ്റായിരുന്നു. അങ്ങനെ അവർ ജോലി പോകുന്നുള്ള ഘട്ടം വന്നപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്തു? കള്ളപ്പേരിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി.
ചില അവരുടെ കസ്റ്റമേഴ്സിൻ്റെ തന്നെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ കള്ള ഒപ്പിട്ടിട്ട് കള്ള നമ്പർ കൊടുത്തിട്ട് അങ്ങനെ അവർ കുറേ അക്കൗണ്ട് ഉണ്ടാക്കി. 1-2 അക്കൗണ്ടല്ല ഉണ്ടാക്കിയത്, 35 ലക്ഷം അക്കൗണ്ടുകളാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ആ 35 ലക്ഷം അക്കൗണ്ടുകൾ ഉണ്ടാക്കി. പിന്നീടത് നാട്ടുകാരറിഞ്ഞു, പത്രങ്ങളറിഞ്ഞു, ഭയങ്കര മീഡിയ അറിഞ്ഞു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വെൽസ് ഫാർഗോ ബാങ്ക് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, ഇത് ഞങ്ങളുടെ കുറച്ച് എംപ്ലോയീസ് ചെയ്തതാണ്, അതുകൊണ്ട് ആ എംപ്ലോയീസിനെ ഞങ്ങൾ പിരിച്ചുവിടുന്നു, ബാക്കി ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നൊരു നിലപാടെടുത്തു. അങ്ങനെ ഒരു നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനിയുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞു. ഏകദേശം അവർക്ക് 300 മില്യണിലധികം പൈസയാണ് അന്ന് മാർക്കറ്റിൽ നിന്ന് അവർക്ക് നഷ്ടമായത്. ഇത് 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. ഒരു ഇൻസിഡൻറ്റിൻ്റെ അകത്ത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി എന്ത് നിലപാടെടുത്തു, മറ്റത് വെൽസ് ഫാർഗോ കമ്പനി എന്ത് നിലപാടെടുത്തു. ഈ 2 കമ്പനിയുടെ സ്വഭാവമാണ് ആ കമ്പനിയുടെ ഡെസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ആ സ്വഭാവത്തെ പറയുന്ന പേരാണ് നമ്മളുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ആ ബിസിനസ് എത്തിക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ബിസിനസ് എത്തിക്സിൻ്റെ സ്ലൈഡിലേക്കൊന്ന് പോയി നോക്കാം. ആ സ്ലൈഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ബിസിനസ് എത്തിക്സിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ റീറ്റെയിൽ മേഖലക്കകത്ത് എന്താണ് ഇതിൻ്റെ സവിശേഷത എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കും. മാത്രമല്ല എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ എലമെൻസുകൾ എന്നുള്ളത് പഠിക്കും. മാത്രമല്ല ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളും പഠിക്കും. ആദ്യമായിട്ട് നമ്മൾ ഒരു ബിസിനസ് എത്തിക്സിനെ നിർവചിക്കുന്ന സമയത്ത് എന്താണ് ഈ എത്തിക്സ് എന്നുള്ളതിനെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ സ്വഭാവം, അത് അയാളുടെ പെരുമാറ്റം, അത് എത്തിക്സ് ഉള്ളതാണോ അല്ലയോ, അതായത് ധാർമ്മികതയുള്ളതാണോ അല്ലയോ. ധാർമ്മികത എന്നുള്ളതാണ് അതിൻ്റെ മലയാളത്തിലുള്ള ഒരു പരിഭാഷ എന്ന് പറയുന്നത്. പക്ഷേ ഈ എത്തിക്സ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. എത്തോസ് എന്ന വാക്കിൽ നിന്നാണത് ഉത്ഭവിച്ചത്. അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ശരിയേത് തെറ്റേത്. ധാർമ്മികത എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്, ശരിയേത് തെറ്റേത്. ആ ശരി തെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴുണ്ടാകുന്ന പുതിയ പേരാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, ബിസിനസ് ചെയ്യുക ലാഭമുണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കണോ, അതോ ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് വേണോ ലാഭമുണ്ടാക്കാനുള്ളത്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ആശയം ഉണ്ടായി വരുന്നത്. ഈ ആശയത്തിൻ്റെ തന്നെ വിപുലീകരിച്ച അല്ലെങ്കിൽ മറ്റൊരു രൂപമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് സമൂഹത്തോട് എന്ത് റെസ്പോൺസിബിലിറ്റിയാണുള്ളത്. കാരണം എന്താണ്, ഈ സമൂഹത്തിൻ്റെ അകത്താണ് നമ്മളുടെ ഈ കമ്പനി കോർപ്പറേഷൻ നിലനിൽക്കുന്നത്. ഈ സമൂഹത്തിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ആ റിസോഴ്സുകൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ സൊസൈറ്റിയോട് കമ്പനിക്കൊരു പ്രതിബദ്ധതയുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് CSR എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വന്നത്. 2013 കോർപ്പറേറ്റ് കമ്പനീസ് ആക്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും അത് നിർബന്ധമായിട്ടും നമ്മളുടെ കമ്പനികൾ അനുവർത്തിച്ചു പോരേണ്ടുന്ന ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ്. എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ധാർമ്മികതയെ, ശരി തെറ്റ്, റൈറ്റ് റോങ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോഡ് ഓഫ് കോണ്ടക്റ്റാണ്. കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെരുമാറ്റച്ചട്ടം. ഇപ്പം നമ്മൾ പറയില്ലേ, പ്രായമായ ആൾക്കാരുടെ മുന്നിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം വീട്ടിലാർക്കെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആൾക്കാരെ സഹായിക്കുന്ന സമയത്ത്, സഹായം ചോദിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഭവ്യതയോടുകൂടി പെരുമാറണം. അതൊരു പെരുമാറ്റച്ചട്ടമാണ്. അത്തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ടം, ബിസിനസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പെരുമാറ്റച്ചട്ടം, ബിസിനസ്സുകാരൻ എങ്ങനെയായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഐഡിയയാണ് കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്ന ഐഡിയയിലൂടെ നൽകുന്നത്. മാത്രമല്ല ഇത് മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂവിനെ കേന്ദ്രീകരിച്ചാണ്. മൊറാലിറ്റി, സൊസൈറ്റിയുടെ വാല്യൂസ്, ഇതിനെല്ലാം ബന്ധപ്പെടുത്തിയിട്ടാണ് അതുണ്ടാവുക. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു മൊറാലിറ്റി കോൺസെപ്റ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ മറ്റൊരു രാജ്യത്തുണ്ടാകുന്ന മൊറാലിറ്റി കോൺസെപ്റ്റ്. അതുപോലെ തന്നെ സോഷ്യൽ കോൺസെപ്റ്റുകൾ, സോഷ്യൽ വാല്യൂസുകൾ, അതിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിൻ്റെ കാര്യത്തിലും ചില വ്യത്യാസങ്ങളുണ്ടാവും. മറ്റൊന്ന് സേഫ് ഗാർഡിങ്
ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഈ ആശയം പറയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു 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 കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റേക്ക് ഹോൾഡർ എന്താണ് എന്നുള്ളതാണ്. അതായത് നമുക്കിവിടെ നമുക്കൊരു കളർ സ്റ്റേക്ക് ഹോൾഡർ. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കമ്പനിയുടെ മുതലാളി, അതിൻ്റെ ഓണർ ആരാണോ അതിനെയാണ് നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുക. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാണ്? സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം നിലനിന്നു പോകുന്നതിൽ താല്പര്യമുള്ള മുഴുവൻ ആൾക്കാരെയും ചേർത്ത് വിളിക്കുന്ന ഒരൊറ്റ പേരാണ് സ്റ്റേക്ക് ഹോൾഡർ. ഒരു കമ്പനി നിലനിൽക്കുന്നതിൽ ആ കമ്പനിയിലെ തൊഴിലാളികൾക്ക് താല്പര്യമുണ്ടാവും, ആ കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് താല്പര്യം ഉണ്ടാവും, ആ കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സിന് താല്പര്യം ഉണ്ടാവും, മിഡിൽമെൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻറ്റുകളോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സോ അവർക്ക് താല്പര്യം ഉണ്ടാവും, ലോക്കൽ ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടാവും, കാരണം അവർക്കൊക്കെ ടാക്സ് കിട്ടും. സൊസൈറ്റിക്ക് മൊത്തത്തിൽ താല്പര്യം ഉണ്ടാവും, കാരണം ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കച്ചവടങ്ങൾ കൂടും, അതുപോലെ തന്നെ ആൾക്കാരുടെ പോക്കുവരവുകൾ കൂടും, അത് നല്ലൊരു ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് അത് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കുന്നതിൽ അല്ലെങ്കിൽ സ്ഥാപനം നടന്നു പോകുന്നത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം എന്താ? ബിസിനസ് നടത്തുമ്പോൾ പ്രാഥമികമായിട്ടുള്ള അജണ്ട എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള. പ്രോഫിറ്റ് ആർക്കുള്ളതാ? പ്രോഫിറ്റ് നമ്മളുടെ മുതലാളിമാർക്കുള്ളതാണ്, അല്ലെങ്കിൽ ഓണേഴ്സിനുള്ളതാണ്. അപ്പോൾ ആ ഓണേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമാണോ ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ടത്? പോരാ, മറിച്ച് കസ്റ്റമേഴ്സിന് മാന്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കണം. അതും മാന്യമായിട്ടുള്ള, മിതമായിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള പൈസയ്ക്ക് വേണം കൊടുക്കാൻ. അങ്ങനെ പൈസയ്ക്ക് കൊടുത്താൽ മാത്രം പോരാ, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഫെയർ ആയിട്ടുള്ള വേതനം കൊടുക്കണം, ശമ്പളം കൊടുക്കണം, സാലറി കൊടുക്കണം, നാട്ടിലുള്ള ടാക്സുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ ടാക്സ് അടക്കണം, കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ നടത്തണം. അപ്പോൾ അങ്ങനെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഈ പറയുന്ന ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യും. എപ്രകാരമാണ് ഒരു നല്ല ആൾ ഇടപെടുന്നത്, അതുപോലെ തന്നെയാണ് നല്ല എത്തിക്സ് ഉള്ള ഒരു ബിസിനസ് സമൂഹത്തിൽ ഇടപെടുന്നത്. മറ്റൊന്ന് വോളണ്ടറി ഇൻ നേച്ചറാണ്. അതായത് ഇത് നിയമം കൊണ്ട് അനുശാസിക്കുന്നൊരു സാധനമല്ല. നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് നിയമമില്ല. ഗവൺമെൻറ് ടാക്സ് കൊടുക്കണമെന്ന് നിയമമുണ്ട്, പക്ഷേ ഒരു പ്രോഡക്റ്റിന് ഇത്ര രൂപ വാങ്ങിക്കാവൂ എന്ന് നമുക്ക് എല്ലാ പ്രോഡക്റ്റിനും പറയാൻ പറ്റില്ല. ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ചില പ്രോഡക്റ്റിന് മാത്രമാണ് അങ്ങനത്തെ ഒരു വിലയുള്ളൂ, ബാക്കിയെല്ലാം ഓണറുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ വോളണ്ടറി ആയിട്ടായിരിക്കണം ഈ ബിസിനസ് എത്തിക്സ് എന്ത് ചെയ്യേണ്ടത്? പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. റിലേറ്റീവ് ഇൻ നേച്ചർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സാഹചര്യത്തിനനുസരിച്ച് മാറും. സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അവസ്ഥയാകാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അവസ്ഥയാകാം. എവിടെയാണോ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന കമ്പനിക്കനുസരിച്ച് കൊണ്ട് ബിസിനസ് എത്തിക്സിലുണ്ടാകുന്ന ഇടപെടലുകളിൽ വ്യത്യാസം വരാം. ഇതൊക്കെയാണ് ഒരു കീ ഫീച്ചേഴ്സായിട്ട് ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ധാർമ്മികമായിട്ട് പെരുമാറുന്ന ഒരാൾക്കുള്ള സവിശേഷതകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനിക്ക് ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഇൻറ്റഗ്രിറ്റി, സത്യസന്ധമായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കാനും അത് ഇടപെടാനും ഒക്കെയുള്ള ഒരു ശേഷിയുള്ള ആളായിരിക്കണം. ട്രസ്റ്റ് വർത്തിനെസ്, അയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാവണം. അയാൾ ഒരു സാഹചര്യത്തിൽ പലതുപോലെ പെരുമാറുന്ന ആളാവരുത്. കമ്പനി അങ്ങനെ തന്നെയാണ്. കമ്പനി ഇടപെടുമ്പോൾ അവർക്ക് എന്ത് വേണം? ഒരു ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടായിരിക്കണം. അക്കൗണ്ടബിലിറ്റി, ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം. നമ്മളെ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ചെയ്തതുപോലെ, ഞങ്ങൾ ചെയ്ത എന്താണ് പരിപാടിയുടെ കുഴപ്പമൊന്നുമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ കുഴപ്പമോ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ കുഴപ്പമല്ല, ആ പ്രോഡക്റ്റിൽ ആരോ സൈനൈഡ് ചേർത്തായിരുന്നു, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ബിസിനസ് എത്തിക്സിൻ്റെ അകത്ത്. മറ്റൊന്ന് ട്രാൻസ്പെറൻസി, അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഫാർമേഴ്സിൽ നിന്ന്, കർഷകരിൽ നിന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വാങ്ങിക്കുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക്
എന്താണ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡീലിംഗ് ആണ്. അതല്ലാതെ അവരെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ഡീലിങ്ങുകളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ മൊത്തത്തിലുള്ള സപ്ലൈ ചെയിൻ്റെ അകത്ത് ട്രാൻസ്പെറൻസി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഇനിയുണ്ട് കേട്ടോ, അനേകമുണ്ട്. ഫെയർനെസ്, ഫെയർ ആയിരിക്കണം, ജസ്റ്റിസ് ആയിരിക്കണം. അതായത് നമ്മൾ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്ന സമയത്ത് ഫെയർ ആയിട്ട് കൊടുക്കണം. അതുതന്നെ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഏജ് വ്യത്യാസം ഇല്ലാതെ നമുക്ക് ഫെയർ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. റെസ്പെക്റ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു നല്ല മനുഷ്യനെക്കുറിച്ച്, നല്ല സ്വഭാവമുള്ള ഒരാളെക്കുറിച്ചിട്ട് നമ്മളെപ്പോഴും പറയുമ്പോൾ അയാൾ നമുക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ട്, നമ്മൾ അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ലേ സംസാരിക്കുക. അതുപോലെ തന്നെ കമ്പനിയുടെ ഡീലിങ്സുകൾ, ആ ഡീലിങ്സുകളിൽ എപ്പോഴും എന്തുണ്ടാവണം, ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കമ്പനി എപ്പോഴും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കെയറിങ് ആയിരിക്കണം. മറ്റൊന്ന് കംപ്ലയൻസ് ആയിരിക്കണം. അതായത് ലീഗൽ റൂൾസ് ആൻഡ് റെഗുലേഷനോട് എപ്പോഴും ചേർന്ന് നിൽക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു കംപ്ലയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ബിസിനസ് എത്തിക്സ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് എത്തിക്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളതാണ് നമ്മളുടെ അടുത്തൊരു ചോദ്യം. എന്തുകൊണ്ടാണ് ബിസിനസ് എത്തിക്സ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആകുന്നത്? നോക്കൂ, ബിസിനസ് എപ്പോഴും നിലനിൽക്കുന്നത് സമൂഹത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിലുള്ള വിവിധ വിഭാഗങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഏതൊക്കെയാണ് ആ വിഭാഗങ്ങൾ? ആ വിഭാഗങ്ങൾ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. മൈക്രോ എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാരും മാക്രോ എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാരും. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, കമ്പനിയുടെ തൊഴിലാളികൾ, കമ്പനിയിലെ സപ്ലയേഴ്സ്, കമ്പനിയുടെ തൊട്ട് നിൽക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റികളുണ്ട് എന്നാണെങ്കിൽ കമ്പനിയുടെ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഇനി അതുപോലെ തന്നെ മാക്രോ എൻവയോൺമെൻ്റ് ഉണ്ട്. കമ്പനിയുടെ വെളിയിൽ നിൽക്കുന്ന വളരെ സജീവമായിട്ട് ഇടപെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് പോലെയുള്ള, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് പോലെയുള്ള, അല്ലെങ്കിൽ ലീഗൽ ഫ്രെയിംവർക്ക് പോലെയുള്ള കാര്യങ്ങൾ. അതിനെ മനസ്സിലാക്കാൻ നമ്മളൊരു ടെസ്റ്റ് സാധാരണ പറയും, പെസ്റ്റൽ അനാലിസിസ് എന്നുള്ള അർത്ഥത്തിൽ ഒരു സാധനം പറയും. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എക്കോളജിക്കൽ ആൻഡ് ലീഗൽ എന്നൊക്കെ പറയുന്നത് മാക്രോ എൻവയോൺമെൻറ്റിനെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് കേട്ടോ. നമുക്ക് പിന്നീട് ഉപയോഗം വരും, എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അത്തരത്തിലുള്ള വിവിധ പാർട്ടിസിപ്പൻസുകളുണ്ട് ബിസിനസ്സിന്, ഒരു സൊസൈറ്റിക്കകത്ത്. ആ പാർട്ടിസിപ്പൻസിനൊക്കെ തന്നെ മെച്ചമാണ് ഇതുകൊണ്ടുണ്ടാവുക. കാരണം എന്താണ്? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ കമ്പനിയെക്കുറിച്ചുള്ളൊരു ഗുഡ് വിൽ ഈ പറയുന്ന പാർട്ടിസിപ്പൻസിനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് വേണ്ട കേട്ടോ എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കില്ല. എപ്പോഴും ആ കമ്പനി നല്ലതാണ്, നമ്മളെ നാട്ടിൽ എല്ലാവരും സഹായിക്കുന്ന കമ്പനിയാണ്, അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം, അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാം എന്നുള്ള അർത്ഥത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, റീറ്റെയിൽ സെക്ടറിൻ്റെ അകത്ത് ഇത് കുറേയും കൂടി ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണ്? റീറ്റെയിൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഡയറക്റ്റ്ലി ഡീലിംഗ് വിത്ത് ദി കസ്റ്റമേഴ്സിനെ നേരിട്ട് ഡീൽ ചെയ്യുന്ന കച്ചവടങ്ങളെയാണ് നമ്മൾ റീറ്റെയിൽ ബിസിനസ് എന്ന് വിളിക്കുക. എൻഡ് കസ്റ്റമർ ആയിരിക്കും അവരുടെ കസ്റ്റമറായിട്ട് വരിക, അതല്ലാതെ ഹോൾസെയിലേഴ്സ് പോലെയുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ എൻഡ് കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തുന്ന, അവരെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന്, ഒരു ബ്രാൻഡിന് അധികകാലം നിലനിന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് റീറ്റെയിൽ മേഖലക്കകത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിലെ വളരെ കീ ഫാക്ടറാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ആ കസ്റ്റമേഴ്സിനെ എപ്പോഴും എന്ത് ചെയ്യുക, സംതൃപ്തിയിൽ നിർത്തുക എന്ന് പറയുന്നതും അവർക്ക് വേണ്ടത്ര ഡിഗ്നിറ്റി കൊടുക്കുക എന്നുള്ളതും ഒക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ ബിസിനസ് എത്തിക്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ് എത്തിക്സ് ഇന്നോ ഇന്നലെയൊന്നും വന്നതല്ല. പണ്ട് മുതലേ ഈ കച്ചവടം നടത്തുന്ന ആൾക്കാർ, ബിസിനസ് നടത്തുന്ന ആൾക്കാർ അവരുടേതായ ന്യായങ്ങൾ, ധാർമ്മികതകൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. അപ്പോൾ
പല കാലഘട്ടത്തിലായിട്ടാണ് ഇതിനുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിലുണ്ടായിട്ട് ഡെവലപ്മെൻറ്റ്സിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ബിസിനസ് എത്തിക്സിൻ്റെ തിയറീസിനെ കുറിച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. ആ ക്ലാസിഫിക്കേഷൻ ഏറ്റവും എളുപ്പത്തിലുള്ള 2 ക്ലാസിഫിക്കേഷൻ, ഒന്ന് ട്രഡീഷണൽ ആൻഡ് നോമാറ്റീവ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനാണ്. ട്രഡീഷണൽ തിയറീസ് എന്ന് പറയുന്ന കുറേ തിയറീസ് ഉണ്ട്. അതിൽ തന്നെ 3-4 തിയറികളുണ്ട്. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന തിയറി ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ബേസ്ഡ് എത്തിക്സ് എന്ന് പറയുന്ന തിയറി ഉണ്ട്. പിന്നെ ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. വേറെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ, വിർച്യു എന്ന് പറയുന്ന വിർച്യു എത്തിക്സ് എന്ന് പറയുന്ന വേറൊരു തിയറി ഉണ്ട്. അങ്ങനെ അനേകം തിയറി ഉണ്ട്, നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മളൊരു 3-4 നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. യൂട്ടിലിറ്റേറിയനിസത്തിൽ എന്താണ് ബിസിനസ് എത്തിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ആർക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന വാദത്തെയാണ് നമ്മൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് കുറേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മെജോറിറ്റി വരുന്ന ഈ ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്, ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ മാത്രം പരിഗണിക്കുന്നതല്ല എന്ന് പറയുന്ന, ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആർക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറയുന്ന ശരിയെക്കുറിച്ച് പറയുന്ന എത്തിക്സിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. എന്നാൽ റൈറ്റ്സ് ബേസ്ഡ് എത്തിക്സ് എന്ന് പറയുന്നാലോ, അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നോക്കുന്നത്, മറിച്ച് എന്താ നോക്കുന്നത്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറേ റൈറ്റ്സുകളുണ്ട്. ആ റൈറ്റ്സുകൾ പാലിക്കപ്പെടുന്നുണ്ടോ? നിങ്ങളൊരു തൊഴിലാളിയാണ്, വേറൊരു തൊഴിലാളിയുണ്ട്, അവർ ജെൻഡർ വ്യത്യാസമുണ്ട്, അവർ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ അവർക്ക് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി? അത് പറ്റില്ല. കാരണം എന്താണ്, അത് ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എന്നുള്ളതൊന്നുമല്ല, അവിടെ ഏറ്റവും കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ ഈ പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വനിതാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പരിഗണിക്കുക. അങ്ങനെ റൈറ്റ്സ്, ശരി ഏതാണോ അത് ചെയ്യണം എന്ന് പറയുന്ന എത്തിക്സിനെയാണ് എന്ത് വിളിക്കുന്നത്, റൈറ്റ്സ് ബേസ്ഡ് എത്തിക്സ് എന്ന് വിളിക്കുന്നത്. വേറൊരു എത്തിക്സ് ഉണ്ട്, എത്തിക്സിൻ്റെ ബേസ് ആയിട്ടുള്ള തിയറി ഉണ്ട്, ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് എന്ന് പറയുന്ന തിയറിയാണ്. അവിടെ നെപ്പോട്ടിസം ഒന്നും പാടില്ല. അവിടെ എന്ത് പാടില്ല, നമ്മൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക, ഡിമോട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയില്ല. മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ബേസ്ഡ് ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ഫെയർനെസ് ഉണ്ടാവണം. പരീക്ഷ എഴുതുന്നു, ആൾക്കാർക്ക് ഇത്ര മാർക്ക് കിട്ടുന്നു, പാസ്സാവുന്നു, ഫെയർനെസ് ഉണ്ട്. ജസ്റ്റിസ് ഉണ്ട്, അല്ല എൻ്റെ പരിചയക്കാരായിട്ടുള്ള ആളാണ് പരീക്ഷ എഴുതുന്നത്, അപ്പോൾ ഞാൻ പാസ്സാക്കിയേക്കാം, ആ പരിപാടി ചെയ്യാൻ പാടില്ല. അതാണ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ബേസ് ചെയ്തുകൊണ്ടുള്ള എത്തിക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വിർച്യു എത്തിക്സ് എന്ന് പറയുന്ന, വിർച്യു അതായത് ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശരികളുണ്ട്, ആ ശരികളെ ബേസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന എത്തിക്സ്. ആ എത്തിക്സിനെ ഫോളോ ചെയ്തുകൊണ്ട് ബിസിനസ് എത്തിക്സ് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് എത്തിക്സ് അണ്ടർ വിർച്യു എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറെ കുറച്ച് തിയറീസ് ഉള്ള നോമാറ്റീവ് തിയറീസ് ആണെന്നാണ്. നോമാറ്റീവ് തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന തിയറീസിനെയാണ് നോമാറ്റീവ് തിയറീസ് എന്ന് വിളിക്കുന്നത്. ഓട്ട് ടു ബി, ഷുഡ് ബി എന്നൊക്കെയാണ് വിളിക്കുക. എന്താണെന്നല്ല, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ബിസിനസ് എത്തിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്നതുപോലെ ആയിരിക്കണം, അങ്ങനെ പറയുന്ന തിയറികളെയാണ് നമ്മൾ നോമാറ്റീവ് തിയറീസ് എന്ന് വിളിക്കുന്നത്. ആ തിയറീസിൽ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന 2 തരം ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന് സ്റ്റേക്ക് ഹോൾഡർ തിയറിയും മറ്റൊന്ന് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയും. സ്റ്റേക്ക് ഹോൾഡർ തിയറി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലുള്ളതാണ്. സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മൊത്തം പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം ഒരു ബിസിനസ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ബിസിനസ്സിനെ മാത്രമാണ് എത്തിക്കലി ബിസിനസ്സാണ് അവർ ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എംപ്ലോയീസിന് അനുകൂലമായിരിക്കണം, കസ്റ്റമേഴ്സിന് ബെനിഫിഷ്യൽ ആയിരിക്കണം, അല്ലെങ്കിൽ അനുകൂലമായിരിക്കണം, സൊസൈറ്റിക്ക് അനുകൂലമായിരിക്കണം, ഗവൺമെൻറ്റിന് അനുകൂലമായിരിക്കണം, സപ്ലൈസിന് അനുകൂലമായിരിക്കണം, മറ്റേതെങ്കിലും ഏജൻസികളുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിരിക്കണം, അങ്ങനെയായിരിക്കണം. സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി എന്ന് പറഞ്ഞാലോ, സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്കകത്താണ് ഈ പറയുന്ന
ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം അവിടെ ബിസിനസ് പ്രവർത്തിപ്പിക്കുമ്പോൾ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് എതിർപ്പുകളുണ്ടാവും, നമുക്ക് ബിസിനസ് അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ ആ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയുടെ ഭാഗമായിട്ട് ഒരു 2 പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, അല്ലെങ്കിൽ 2 തരം വീണ്ടും അതിനുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഏതൊരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാലും, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ചില ഗുണങ്ങളുണ്ട്. നമ്മൾ ഇടപെടലുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നമ്മളുടെ ഇടപെടലുകൾ ഇൻറ്റഗ്രിറ്റി ഉള്ളതായിരിക്കണം, നമ്മൾ ട്രസ്റ്റ് വർത്തി ഉള്ളതായിരിക്കണം. അങ്ങനെ യൂണിവേഴ്സലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് മാറ്റാനോ മറിക്കാനോ ഒന്നും അതിന് പാടില്ല. രണ്ടാമത്തെ ഒന്നെന്ന് പറഞ്ഞാൽ കോമൺ ഗുഡ് തിയറി എന്ന് പറയുന്നതാണ്. അതായത് സൊസൈറ്റിക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന നന്മയായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസ്. സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ, സൊസൈറ്റിക്ക് മൊത്തത്തിൽ നന്മ വരുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, സൊസൈറ്റിക്ക് ഉപയോഗം വരുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കൂ. സൊസൈറ്റിക്ക് ഉപയോഗം വരാത്ത ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ദയവ് ചെയ്ത് ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ ഈ പറയുന്ന നോമാറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അല്ലെങ്കിൽ നോമാറ്റീവ് തിയറീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന തോട്ടുകളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് എന്തുകൊണ്ടാണ് റീറ്റെയിൽ സെക്ടറിൽ ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളതാണ്. കാരണം എന്താണ്, റീറ്റെയിൽ സെക്ടറിൻ്റെ അകത്ത് അവർ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് കസ്റ്റമേഴ്സുമായിട്ടാണ്, നേരിട്ട് കസ്റ്റമേഴ്സുമായിട്ടാണ്. അപ്പോൾ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അയാളെ ഹാപ്പി ആക്കേണ്ടി വരും. അയാൾക്ക് തോന്നരുത് അയാളിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ട് എന്നുള്ളത്, ഫെയർ ആയിട്ടുള്ള പൈസയെ വാങ്ങിക്കുന്നുള്ളൂ എന്ന് അയാൾക്ക് തോന്നണം. മാത്രമല്ല ആ ഫെയർ ആയിട്ടുള്ള പൈസയ്ക്ക് തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ അയാൾക്ക് ഡെലിവർ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാണ് റീറ്റെയിൽ സെക്ടറിൻ്റെ അകത്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ദേ ഹാവ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദി കസ്റ്റമേഴ്സ് എന്നുള്ളത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? കൺസ്യൂമേഴ്സിന് കുറേ റൈറ്റുകളുണ്ട്. ആ റൈറ്റുകൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അയാളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇന്നതാണ് സാധനം, ഇന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഇത്രയാണ് അതിൻ്റെ തുക, ഇത്രയാണ് അതിൻ്റെ എക്സ്പിരി ഡേറ്റ്, ഇത്ര ഡേറ്റിലാണ് അതിൻ്റെ എക്സ്പിരി ഡേറ്റ്, അതുപോലെ തന്നെ ഇത്രയാണ് അതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നിറം, ഇത്തരം സാധനങ്ങളൊക്കെ പാക്കേജിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് കസ്റ്റമർക്ക് കിട്ടേണ്ടുന്ന ഒരു റൈറ്റാണ്. അത് പറയാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി വേറൊന്നുണ്ട്, കസ്റ്റമറുടെ ഡാറ്റ അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ പ്രൈവസിയോടുകൂടി കൈകാര്യം ചെയ്യണം. നമ്മൾ ചിലപ്പോൾ കാണാറില്ലേ, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ബില്ലടിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മളുടെ ഫോൺ നമ്പർ ചോദിക്കും. നമ്മൾ ഫോൺ നമ്പർ കൊടുക്കും. ഈ കൊടുത്ത ഫോൺ നമ്പർ, നമ്മളുടെ പേര്, നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. കസ്റ്റമറിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് ആര് അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തും? ഈ കമ്പനിയിൽ തന്നെ ഉണ്ടാവും അത്, അതോ ഈ പറയുന്ന കമ്പനി കുറച്ച് കഴിഞ്ഞാൽ അത് മറിച്ച് വെക്കുമോ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവിടെ കസ്റ്റമറിൽ നിന്ന് എടുക്കുന്ന എല്ലാ ഡാറ്റകളും എന്തായിരിക്കണം? നമുക്ക് പ്രൈവസി എൻഷുർ ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാറ്റ നശിപ്പിക്കാൻ കസ്റ്റമറിന് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, കസ്റ്റമർക്ക് അങ്ങനെ ആവശ്യപ്പെടാം, നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാറ്റ നശിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് പ്രിവെൻറ്റിങ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രസൻറ്റ് കിട്ടും, ഒരു സമ്മാനം കിട്ടും എവിടുന്നെങ്കിലൊക്കെ. പക്ഷേ അങ്ങനെ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പോളിസി ഉണ്ടാവണം. എന്താണ്? 1000 രൂപയിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾ സമ്മാനമായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അതിൽ കൂടുതൽ സമ്മാനം സ്വീകരിക്കുകയാണെങ്കിൽ അർത്ഥം അത് കൈക്കൂലിക്ക് തുല്യ എന്നുള്ളതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം റീറ്റെയിൽ സെക്ടർ എന്നുള്ളതാണ് ഈ പറയുന്ന സ്ലൈഡ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എപ്രകാരമാണ് എന്നുള്ളത് അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, അതുപോലെ തന്നെ വെൻഡേഴ്സ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് പോലെയുള്ള ആൾക്കാർ. അപ്പോൾ അവർ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റിയെ അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിനെ കാണുന്നത് എന്നുള്ളതാണ്.
കാരണം അവർ ബിസിനസ് എത്തിക്സിനെ കാണുന്നതിൻ്റെ അകത്ത് ചില വ്യത്യാസങ്ങളുണ്ടാവും. എന്തൊക്കെയുണ്ടാവും? കസ്റ്റമർ കാണുന്നത് പോലെ ആയിരിക്കില്ല എംപ്ലോയി കാണുക. കസ്റ്റമർ കാണുന്നത് ഫെയർ പ്രോഡക്റ്റ് അറ്റ് എ ഫെയർ പ്രൈസ് എന്നുള്ളതാവും. എന്നാൽ തൊഴിലാളി കാണുന്നതോ എംപ്ലോയി കാണുന്നതോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതാവും. ഒരു സൊസൈറ്റി കാണുന്നതോ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാവും. ഒരു കോമ്പറ്റീറ്റർ കാണുന്നതോ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, പക്ഷേ ഭയങ്കരമായിട്ടുള്ള കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഇല്ല. ഒരു സപ്ലയർ കാണുന്നതോ സപ്ലയർക്ക് ആവശ്യമായിട്ടുള്ള പൈസ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണും, ചിലപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരുണ്ടാക്കുന്ന സാധനങ്ങൾ തുച്ഛമായ വില കൊടുത്ത് വാങ്ങിച്ച് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അമിതമായ വിലയ്ക്ക് കൊടുക്കുന്ന കമ്പനികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അത് എത്തിക്കലി ശരിയല്ല. കാരണം നിങ്ങളങ്ങനെ അമിതമായ വിലയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കർഷകരിലേക്ക് പങ്കുവെക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് എത്തിക്കലി ഗുഡായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്തൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്നുള്ളതാണ്. ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എത്തിക്സ് മനസ്സിലാകുന്ന ഒരു ലീഡർഷിപ്പ് ഓർഗനൈസേഷനിൽ ഉണ്ടാകണം എന്നുള്ളത്. ആ ലീഡർഷിപ്പ് ആയിരിക്കണം ബിസിനസ് എത്തിക്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാകേണ്ടത്. അതായത് ടോപ്പിൽ നിന്ന് താഴത്തേക്കാണ് ഇത് വരേണ്ടത്, അല്ലാതെ താഴെ നിന്ന് മുകളിലേക്കല്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷന് അതുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ ലീഡർഷിപ്പ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകമാണ് ബിസിനസ് എത്തിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണെങ്കിൽ. രണ്ടാമത്തതോ കോർപ്പറേറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്ഥാപനം നടത്തുന്നത് എന്ത് വാല്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനം നടപ്പിലാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അവർക്കുണ്ടാവണം. ആ വാല്യൂ തന്നെയാണോ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നത്? ഉദാഹരണത്തിന് നമ്മൾ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ കാര്യം എടുക്കാം. കാരണം ജോൺസൺ ആൻഡ് ജോൺസൻ്റെ കോർപ്പറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അവർ നോക്കി 1982 ക്രൈസിസ് വന്നു, എങ്ങനെയോ ഞങ്ങളുടെ പ്രോഡക്റ്റിൽ അഡൾട്രേഷൻ ഉണ്ടായി, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കണം. കാരണം എന്താണ്? കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ പരിഗണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കോർപ്പറേറ്റ് വാല്യൂ. അപ്പോൾ കോർപ്പറേറ്റ് വാല്യൂ എന്താണെന്നുള്ളത് കോഡ് ഓഫ് കണ്ടക്റ്റ്, പെരുമാറ്റച്ചട്ടം. എങ്ങനെയായിരിക്കണം ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഈ പറയുന്ന ബിസിനസ് എത്തിക്സ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചട്ടം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ സമ്മാനം വാങ്ങിക്കാൻ പാടുണ്ടോ, നിങ്ങൾ എംപ്ലോയീസിൽ നിന്ന് സമ്മാനം വാങ്ങിക്കാൻ പാടുണ്ടോ, കസ്റ്റമേഴ്സിൽ നിന്ന് സമ്മാനം വാങ്ങിക്കാൻ പാടുണ്ടോ? ആലോചിച്ച് നോക്കൂ, കസ്റ്റമറിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചിട്ട് അവർക്ക് ഇല്ലാത്ത ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ ബിസിനസ് ആയിരിക്കുമോ? ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായില്ല. ഇതുണ്ടായാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് പബ്ലിഷ് ചെയ്യുകയും വേണം. കണ്ടോ, കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇവിടെയുണ്ട്. ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഇനി കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം മതിയോ? നമ്മുടെ ലോകത്ത് നിലവിലുള്ള നിയമങ്ങൾ, റൂൾസ്, ചട്ടങ്ങൾ, അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. നമ്മളതിനെല്ലാം പാലിക്കണം. നമ്മൾ അതിനോട് കംപ്ലൈൻസ്, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. നമ്മൾ തൊഴിലാളിയെ മാത്രമോ മുതലാളിയെ മാത്രമോ കസ്റ്റമേഴ്സിനെ മാത്രമോ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത്. നമ്മളുടെ സ്ഥാപനവുമായിട്ട് നിലനിന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനം നിലനിന്ന് പോകാൻ കാരണമായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് വേണം? ഒരു പരിഗണനയോട് വേണം നമ്മൾ പെരുമാറാൻ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച പ്രിൻസിപ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻ്റാണ് ഉള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഫെയർ ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം എന്നുള്ളത്. അത് നമ്മളുടെ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അതല്ലാത്ത വേറെ 2 ഘടകങ്ങളുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഏതൊക്കെയാണ്? എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ട് നാട്ടുകാർക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, ഓക്കെ, അത് നല്ല കാര്യം. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ എക്കോളജി, അവരുടെ എൻവയോൺമെൻറ്റ് നമ്മൾ നാശാക്കുന്നുണ്ടെന്നാണെന്നുണ്ടെങ്കിലോ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സോഷ്യലി നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം, എൻവയോൺമെൻറ്റിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. മറ്റൊന്ന്, ഈ പറയുന്ന ബിസിനസ്
എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് മെഷർ ചെയ്യാനും അതിൻ്റെ റിസൾട്ട് വിലയിരുത്താനും അതിനെന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ആ പോരായ്മകൾ നമ്മൾ എന്ത് ചെയ്യാൻ പരിഹരിക്കാനൊക്കെയുള്ള ഇടപെടലുകൾ നടത്തണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടോപ്പ് മാനേജ്മെൻറ്റിന്, ഞാൻ നേരത്തെ അവിടെ പറയുകയുണ്ടായി, ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ആ ലീഡർഷിപ്പിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, BOD എന്ന് പറയുന്ന ഇതുണ്ടാവും, അതുപോലെ തന്നെ CEO അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും. അത്തരം ആൾക്കാരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ പറയുന്ന ബിസിനസ് എത്തിക്സിന് വേണ്ടി വന്നിരിക്കും. അതുപോലെ തന്നെയാണ് എംപ്ലോയീസ്, ഏത് ലെവലിലുള്ള എംപ്ലോയീസും ഇതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കണം. അത് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഗേറ്റ് കീപ്പർ മുതൽ ഏറ്റവും അവസാനം കാണാൻ സാധ്യതയുള്ള CEO വരെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ബിസിനസ് എത്തിക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാനും അവർക്ക് കഴിയണം. എങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് ബിസിനസ് എത്തിക്സ് വളരെ നല്ല രീതിയിൽ നടന്നു പോകുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള എസെൻഷ്യലായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഈ എസെൻഷ്യലായിട്ടുള്ള ഘടകങ്ങളെ വേണമെങ്കിൽ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഏതാണ്? പ്രധാനപ്പെട്ട നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞില്ലേ? ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. അവരുടെ ഇൻവോൾവ്മെൻറ്റുകൾ ഉണ്ടാവണം. ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത്? ഓണേഴ്സിൻ്റെ ഉണ്ടാവണം, തൊഴിലാളികളുടെ ഉണ്ടാവണം. പിന്നെ നമ്മൾ പഠിച്ച നേരത്തെ ഡിസ്കസ് ചെയ്ത കുറേ പ്രിൻസിപ്പിൾസ് ഇല്ലേ, ആ പ്രിൻസിപ്പിൾസിൻ്റെ ഘടകങ്ങൾ ഉണ്ടാവണം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഘടകങ്ങൾ, പ്രിൻസിപ്പിൾസിൻ്റെ ഘടകങ്ങൾ. ഇതല്ലാതെ വേറൊരു സാധനം കൂടിയുണ്ട്. ആ സാധനമാണ് സൊസൈറ്റിക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സൊസൈറ്റിക്ക് നമ്മൾ എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. ഈ ഒരു കാര്യങ്ങളെ വിശദീകരിച്ച് നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിൻറ്റുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമെമ്പർ ചെയ്യാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഘടകമാണ് ഇത്. നടപ്പിലാക്കുന്ന സമയത്ത് ബിസിനസ് എത്തിക്സ് ഒരു സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്താമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ ഉണ്ടാക്കി അതിനെയൊക്കെ പബ്ലിഷ് ചെയ്ത് എല്ലാവരുടെ അടുത്തും ഡിസ്കസൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ PDF-ൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്യുമെൻ്റ് അകത്ത് നമുക്ക് അതിനെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കാം. ചലഞ്ചസ് നോക്കൂ. ചലഞ്ചസ് എന്ന് പറയുന്ന ഈ ഘടകം എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നുള്ളത്. ഇത് എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്താണ്? സത്യം പറയുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്, പക്ഷെ സത്യം പറയാനോ സത്യം മാത്രം അനുവർത്തിക്കാനോ ശീലിക്കാനോ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അലൈനിങ് ദ ടോക്ക് അബൌട്ട് എത്തിക്സ് വിത്ത് ആക്ഷൻ. നമ്മൾ പറയുന്ന കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ആക്ഷനിലൂടെ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം. അത് പലപ്പോഴും എന്തുണ്ടാവില്ല, കമ്പനികൾക്കുണ്ട്, മനുഷ്യന്മാർക്കേ ഉണ്ടാവില്ല, ചിലപ്പോൾ കമ്പനികൾക്കും ഉണ്ടാവില്ല. കാരണം എന്താണ്? പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും. കാരണം ഇതിന് ചിലവ് വരും, ഇതിന് സ്ട്രെയിൻ വരും, ഇതിന് കുറേ റിസോഴ്സുകൾ ഉപയോഗിക്കേണ്ടി വരും, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്. മറ്റൊന്ന്, ബിൽഡിംഗ് ട്രസ്റ്റ് വിത്തിൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിനെ നിയമിച്ചിട്ടുള്ള മുതലാളിമാരുണ്ട്, ഇനി അതല്ലാത്ത മാനേജേഴ്സ് ഉണ്ടാവും. ഈ പറയുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ്സിനെ നമുക്ക് ധാർമ്മികമായിട്ടുള്ള ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തായി മാറും? ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. വേറൊരു പോയിൻ്റ് വരുന്നത് എക്സ്പാൻഡിങ് ലീഡർഷിപ്പ് അവയർനെസ് എന്നുള്ള. കാരണം ലീഡേഴ്സിന് പ്രോഫിറ്റ് മാത്രമാണ് ഓറിയൻറ്റേഷൻ ഉള്ളത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രമാണ് അവരുടെ ഒരു അജണ്ടയുള്ളത്. മറ്റ് സമൂഹത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നല്ലതാണ് എന്ന് നാട്ടുകാർ പറയണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എൻ്റേതു കൂടിയാണ് എന്ന് എംപ്ലോയീസ് പറയണമെന്നോ ഒന്നും ആഗ്രഹമില്ലെങ്കിലോ അവരിത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കില്ല. അവർ പറയും എന്ത്, ഞാൻ പ്രോഡക്റ്റ് കൊടുക്കുന്നു, നാട്ടുകാർ പൈസ തരിക, വാങ്ങിക്കുക, എന്തെങ്കിലും കുറച്ച് ശമ്പളം ഞാൻ തൊഴിലാളികൾക്ക് കൊടുക്കും, ഞാൻ എൻ്റെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകും. ആ രീതിയിലാവരുത്. കാരണം ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടുന്നത് അതിൻ്റെ ഓണേഴ്സിന് അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ള. ആ ധാരണയില്ലെങ്കിലോ ഇത് നടപ്പിലാക്കാൻ വലിയ പാടാണ്.
മറ്റൊന്ന് നോയിങ് യുവർ സ്പെസിഫിക് ഓർഗനൈസേഷണൽ കോർ വാല്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജോൺസൺ ആൻഡ് ജോൺസൺ അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഉപഭോക്താക്കൾക്ക് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കൊടുക്കുന്നത്. അത് മുഖാന്തരം അവരെന്താണ് ചെയ്യുന്നത്, അവരെ ഉപഭോക്താക്കളെ സന്തോഷിപ്പിക്കാനാണ് ചെയ്യുന്നത്. അതിനകത്ത് ആൾക്കാർ വിഷം ചേർത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, ആൾക്കാർ മരിച്ചു, അങ്ങനെ മരിച്ച സംഭവങ്ങളുണ്ടായി. അപ്പോൾ അതെൻ്റെ ഓർഗനൈസേഷണൽ കോർ വാല്യൂയെ എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ എന്താണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെയർനെസ്, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ എന്താണ് ഓർഗനൈസേഷണൽ വാല്യൂ എന്നാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കണം. അതിനെക്കുറിച്ചിട്ടുള്ളൊരു തിരിച്ചറിവ് ഓർഗനൈസേഷനിലുള്ള മുഴുവൻ ആൾക്കാർക്കകത്തും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് അലൈനിങ് ഇൻസെൻറ്റീവ്സ് ടു ഡ്രൈവ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് കസ്റ്റമർ ഫസ്റ്റ് ഔട്ട്കം. അതായത് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന നന്മകളെ പിന്തുണക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് കുറേ ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം, പരിപോഷിപ്പിക്കേണ്ടി വരും. അത് പരിപോഷിപ്പിക്കാനോ ഒരുപാട് തരത്തിലുള്ള ചിലവുകളും കാര്യങ്ങളും വരും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇപ്പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള നമ്മളുടെ ചാലഞ്ചസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇൻ്റഗ്രേറ്റിംഗ് ദ ഷെയറിങ് എക്സ്പെക്റ്റേഷൻ. കാരണം വിവിധ തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഉള്ളത്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിവിധ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുക. കസ്റ്റമറിനുണ്ടാവുന്ന എക്സ്പെക്റ്റേഷൻ ഏറ്റവും കുറഞ്ഞ രീതിയിലേക്കുള്ള പൈസ കൊടുത്തിട്ട് പ്രോഡക്റ്റ് കിട്ടണം എന്നുള്ളതാണ്. എന്നാൽ മുതലാളിക്കുള്ള എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കണം, കുറച്ച് പ്രോഡക്റ്റ് കൊടുത്തിട്ട് കൂടുതൽ പൈസ വാങ്ങിക്കണം. ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അത് എന്താണ്, നമ്മൾ ബിസിനസ് എത്തിക്സ് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കും. വേറെ നോക്കൂ, ഫെസിലിറ്റേറ്റിംഗ് ടൈംലി റിപ്പോർട്ടിംഗ് ഓഫ് കൺസേൺസ്. നമ്മളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അതാത് സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അറിയിക്കേണ്ടവരെ അറിയിക്കുക. അത് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ചലഞ്ചാണ്. അത് പലപ്പോഴും സാധിക്കാറില്ല. അടുത്തൊന്ന് ബാലൻസിങ് ആൻഡ് മെഷറിങ് പ്രയോറിറ്റീസ് ഫോർ ഗ്രോത്ത് വേഴ്സസ് ഹെൽത്ത്. ഒരു ഓർഗനൈസേഷന് ഗ്രോത്ത് മാത്രം ഉണ്ടായാൽ പോരാ, ആ ഓർഗനൈസേഷൻ ഹെൽത്തി ആയിരിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുകയും ആ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കസ്റ്റമർ ബേസ് ഉണ്ടാവുകയും കൂടുതൽ കച്ചവടം നടക്കുകയും വേണം. ഇത് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു ചലഞ്ചസ്. മറ്റൊന്ന് അലൈനിങ് മാർക്കറ്റ് ഓഫറിങ് ആൻഡ് എത്തിക്കൽ ഇൻറ്റൻഷൻസ്. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മളെ കോമ്പറ്റീറ്ററും വിചാരിക്കണം. നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉദാഹരണം കൊടുക്കുക. ഞാനൊരു കാപ്പി ഉണ്ടാക്കുന്ന ആളാണ്, കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ കാപ്പി എന്ത് ചെയ്യും, കാപ്പിക്ക് ഒരു കർഷകരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ഉണക്കി പൊടിച്ച് പാക്കറ്റിലാക്കി കൊടുക്കും. ഞാൻ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നല്ല തുക റിട്ടേണായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പർച്ചേസ് കോസ്റ്റുകൾ കൂടും. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കൂടും. എന്നാൽ നേരെ മറിച്ച് എൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്, അവർ ചെയ്യുന്നത് കാപ്പിക്കൊരു ഈ പറയുന്ന തൊഴിലാളികളുടെ അടുത്ത് നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്കാണ് വാങ്ങിക്കുകയും അവർക്ക് വേണ്ടത്ര പൈസ കൊടുക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ പൈസയേക്കാൾ കുറവ്, എൻ്റെ പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് കാപ്പിക്കുരു പൊടിച്ചത് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാർക്കറ്റിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളും നമ്മളുടെ എത്തിക്കൽ കൺസിഡറേഷനെ വിഘാതമായിട്ടുണ്ടാകും. ഇതൊക്കെയാണ് ബിസിനസ് എത്തിക്സുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിനൊന്ന് ഞാൻ വീണ്ടും ചുരുക്കി പറയാം. എത്തിക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റം എന്നുള്ളത് പോലെ തന്നെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ സ്വഭാവം എന്നുള്ളതാണ്. അവരുടെ സ്വഭാവം നല്ലതാണോ മോശമാണോ, നല്ല രീതിയിൽ ഉള്ള ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് പ്രിൻസിപ്പിൾസ് വേണം, അതുപോലെ എസെൻഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അങ്ങനെ പ്രിൻസിപ്പിൾസും എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ വിവിധ ആംഗിളുകളിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ വിവിധ തിയറീസിനെ കുറിച്ച് പറഞ്ഞത്. ട്രഡീഷണൽ തിയറീസ് എന്നുള്ളതും നോമാറ്റീവ് തിയറീസ് എന്നുള്ളതും. ട്രഡീഷണൽ തിയറിക്കകത്ത് നമ്മൾ 3-4 തിയറീസിനെ കുറിച്ച് പറഞ്ഞു. യൂട്ടിലിറ്റേറിയനിസത്തെക്കുറിച്ച് പറഞ്ഞു, റൈറ്റ് ബേസ്ഡ് തിയറീസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ജസ്റ്റിസ് ആയിട്ടുള്ള തിയറീസിനെ കുറിച്ച്, ഫെയർ ആൻഡ് ജസ്റ്റിസ് തിയറീസിനെ കുറിച്ച് പറഞ്ഞു, വിർച്യു ബേസ്ഡ് എത്തിക്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നോമാറ്റീവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി എന്തൊക്കെയാണ് ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിക്കകത്ത് വരുന്നത് എന്നുള്ളത്. ആ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിക്കകത്ത് തന്നെ വരുന്ന വേറെ 1-2 പോയിൻറ്റുകൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലത്തെ ഒന്നാണ് കോമൺ ഗുഡും ഒന്ന് യൂണിവേഴ്സൽ
അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന സാധനം. വേറൊരു നോമാറ്റീവായിട്ടുള്ള തിയറിയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ബിസിനസ് എത്തിക്സ് റീറ്റെയിൽ മേഖലക്കകത്ത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. കാരണം എന്താണ്, റീറ്റെയിൽ മേഖല ഡയറക്റ്റ്ലി ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ഈ ചാപ്റ്ററിനെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു ഗ്രാഹ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തൽക്കാലത്തേക്ക് നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.